സങ്കൽപ്പിക്കാനാവാത്ത ദുഃഖത്തിൻ്റെ നിമിഷത്തിൽ തൻ്റെ ഏകമകളുടെ ജീവൻ ദാരുണമായി അവസാനിക്കുന്നത് നിറകണ്ണുകളോടെ നോക്കി നിൽക്കേണ്ടി വന്ന ഒരു പിതാവിൻ്റെ നിസ്സഹായതയുടെ കഥ ബൈബിൾ താളുകളിൽ മറഞ്ഞിരിക്കുന്നു. ദുർബലമായ നിമിഷത്തിൽ താൻ കൊടുത്തൊരു വാക്ക് ഇത്ര ദാരുണമായ അവസ്ഥയിലേക്ക് തന്നെയും തൻ്റെ മകളെയും കൊണ്ടെത്തിക്കുമെന്ന് ചിന്തിക്കുവാൻ പോലും ആവാതെ നിൽക്കുന്ന ഒരപ്പൻ. ജഫ്ത. ഗിലെയാദിൽ പിറന്ന ജഫ്തയ്ക്ക് തൻ്റെ കുടുംബത്തിൽ നിന്നും ദേശത്തു നിന്നും പുറത്താക്കപ്പെട്ട ഒരു പഴയ ചരിത്രമുണ്ട്. തൻ്റെ പിതാവിനെ വേശ്യയിൽ ജനിച്ച മകനായതിനാൽ ബാല്യകാലം മുതൽ തന്നെ അവൻ അവഗണിക്കപ്പെട്ടവനായിരുന്നു. അവൻ്റെ അവിഹിത ജനനം സ്വന്തം ദേശത്തു നിന്ന് തിരസ്കരണത്തിനും നിന്ദയ്ക്കും കാരണമായി. എന്തിന്? സ്വന്തം സഹോദരങ്ങൾ പോലും നിയമാനുസൃതമായ അമ്മയിൽ നിന്ന് ജനിക്കാത്തതിനാൽ അവനെ ബഹിഷ്കരിക്കുകയും അവന് ലഭിക്കേണ്ട അവകാശം പോലും നിഷേധിക്കുകയും ചെയ്തു. സ്വന്തം ദേശത്ത് സ്വീകാര്യത കണ്ടെത്താൻ കഴിയാതെ ജഫ്ത മരുഭൂമിയിലെ പ്രാന്തപ്രദേശമായ തോബിലേക്ക് പലായനം ചെയ്തു. അവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റാളുകൾക്കിടയിൽ അവൻ ആശ്വാസം കണ്ടെത്തി. ഇവിടെ അവൻ പ്രശസ്തിയിലേക്ക് ഉയർന്നു. പുറത്താക്കപ്പെട്ടവരുടെ ഈ സംഘത്തിൻ്റെ നേതാവായി, കൊള്ളത്തലവനായി ഒരു പുതിയ വ്യക്തിത്വം അവൻ കെട്ടിപ്പടുക്കുകയും വിശ്വസ്തരായ അനുയായികളെ നേടുകയും ചെയ്തു. അങ്ങനെ ആ ദേശത്ത് കരുത്തനും കഴിവുള്ളവനുമായ ഒരു യോദ്ധാവെന്ന നിലയിൽ അവൻ അറിയപ്പെടാൻ തുടങ്ങി. അതേസമയം ഇസ്രായേൽക്കാർക്ക് കൂടുതൽ ഭീഷണി ഉയർത്തിക്കൊണ്ട് അമോര്യരും ഫിലിസ്ത്യരും ഒന്നിനൊന്ന് ശക്തിപ്പെടുകയായിരുന്നു. തങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു നേതാവിന് വേണ്ടി ഗിലെയാദിലെ മൂപ്പന്മാർ അന്വേഷണം ആരംഭിച്ചു. ജഫ്തായുടെ കരുത്തിനെയും സൈനിക ശക്തിയെയും കുറിച്ചറിഞ്ഞപ്പോൾ അവർ അവൻ്റെ സഹായം ആവശ്യപ്പെട്ടു. അവർ അവനെ സമീപിച്ചപ്പോൾ അവരുടെ മുൻകാല പെരുമാറ്റത്തെക്കുറിച്ച് അവൻ അവരെ ഓർമ്മിപ്പിച്ചു. നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് എന്നെ അടിച്ചിറക്കുകയും ചെയ്തില്ലേ? അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. മൂപ്പന്മാർ ജഫ്തയോട് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ വന്ന് അമോര്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലെയാദ് നിവാസികളായ ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവായിരിക്കുന്നതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. ജഫ്ത അവരോട് ചോദിച്ചു, അമോര്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകുമല്ലേ? അവർ പ്രതിവചിച്ചു, കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും. ഒരു കരാറെന്ന പോലെ ആ തീരുമാനം അവർ ഉറപ്പിച്ചു. തുടർന്ന് എന്ത് സംഭവിച്ചുവെന്നും ഈ തീരുമാനത്തിൻ്റെ അനന്തരഫലമായി ജഫ്തയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനയെക്കുറിച്ചും ഇതുവഴി തനിക്കുണ്ടായ ആത്മസംഘർഷത്തെക്കുറിച്ചും നമുക്ക് കാണാം. വീഡിയോ തുടരുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അങ്ങനെ ജഫ്ത ഗിലെയാദിലേക്ക് മടങ്ങി. ഈ തിരിച്ചുവരവ് ഒരു സാധാരണക്കാരനായിട്ടല്ല, മറിച്ച് ഒരു സൈനിക മേധാവിയായിട്ടാണ്. അമ്മോന്യരെ നേരിടുന്നതിന് മുമ്പ് ഒരു നയതന്ത്രമെന്ന നിലയിൽ അവൻ അമ്മോന്യരുടെ രാജാവിൻ്റെ അരികിലേക്ക് ദൂതന്മാരെ അയക്കുകയും സമാധാനത്തിനുള്ള വഴികൾ ആരായുകയും ചെയ്തു. എന്നാൽ ആ ശ്രമങ്ങൾ പരാജയപ്പെടുകയും യുദ്ധം അനിവാര്യമായി മാറുകയും ചെയ്തു. ഈ നയതന്ത്ര ശ്രമങ്ങൾ ജഫ്തായുടെ ആശങ്കയെയോ യുദ്ധത്തിന് പോകുവാനുള്ള ഭയത്തെയോ ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. എങ്കിലും അവൻ യുദ്ധത്തിനുള്ള ഒരുക്കം ആരംഭിച്ചു. ജഫ്തായെടുത്ത ഈ തീരുമാനം വ്യക്തിപരമായ തൻ്റെ തകർച്ചയുടെ തുടക്കത്തിലേക്ക് നയിച്ചു. അങ്ങനെ ജഫ്ത തൻ്റെ സൈന്യത്തെ അണിനിരത്തി യുദ്ധത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. മറ്റ് ന്യായാധിപന്മാരുടെ മേലെന്ന പോലെ ജഫ്തായുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ചു.
അയാൾ കരുത്താർജിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടു. അവൻ ഗിലെയാദും മനശ്ശെയും കടന്ന് മിസ്പായിലൂടെ അമ്മോന്യരുടെ നേരെ മുന്നേറി. അമ്മോന്യരെ നേരിടുന്നതിന് മുമ്പ് യഫ്ത ഒരനാവശ്യ നടപടി സ്വീകരിച്ചു. അവൻ കർത്താവിന് ഒരു നേർച്ച നേർന്നു. യഫ്തായുടെ നേർച്ച അമ്മോന്യർക്കെതിരെ തോൽക്കുമെന്ന ഭയം കൊണ്ടാണോ, അതോ അവനെ പിന്തുണച്ച കർത്താവിനോടുള്ള നന്ദിയുടെ അടയാളമായിട്ടാണോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, ഈ പ്രതിജ്ഞ ബൈബിളിലെ ഏറ്റവും ദാരുണമായ കഥകളിലൊന്നിന് കളമൊരുക്കുകയായിരുന്നു. യുദ്ധം ആരംഭിച്ചു. യഫ്തായുടെ നേതൃത്വം നിർണായകമായി മാറി. കർത്താവ് അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർ ശക്തിയോടെ പോരാടി. ഇസ്രായേല്യർ അമ്മോന്യരെ അടിച്ചു വീഴ്ത്തി. അവരെ പിന്നോട്ട് തള്ളുകയും യുദ്ധക്കളത്തിൽ അവരെ കീഴടക്കുകയും ചെയ്തു. അവർ 20 പട്ടണങ്ങൾ പിടിച്ചടക്കുകയും അമ്മോന്യരെ കീഴടക്കുകയും യുദ്ധം വിജയകരമായ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. യുദ്ധം വിജയിച്ചതിനാൽ യഫ്ത തൻ്റെ ദേശത്തേക്ക് മടങ്ങി. അവൻ്റെ ഹൃദയം സന്തോഷവും പുതിയ പ്രതീക്ഷകളും കൊണ്ട് നിറഞ്ഞു. എന്നാൽ വീടിനടുത്തെത്തിയപ്പോൾ യുദ്ധത്തിന് മുമ്പ് കർത്താവിനോട് താൻ ചെയ്ത പ്രതിജ്ഞയെക്കുറിച്ച് അവൻ ഓർത്തു. വിജയമുറപ്പിക്കാൻ ദൃഢനിശ്ചയത്തോടെ അവൻ പ്രാർത്ഥിച്ചു. അമ്മോന്യരെ എൻ്റെ കയ്യിലേൽപ്പിക്കുമെങ്കിൽ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ വരുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിക്കലേക്ക് ആദ്യം വരുന്നതെന്തും കർത്താവിൻ്റെതായിരിക്കും. ഞാനത് ബലിയർപ്പിക്കും, ഒരു ദഹനബലി. നേർച്ച നേർന്നപ്പോൾ ഒരു വളർത്തുമൃഗം തൻ്റെ വീടിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ മുമ്പിൽ തന്നെ എതിരിടുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ അങ്ങനെ ഒരു നേർച്ച നേർന്നത്. അങ്ങനെ യഫ്ത തൻ്റെ വീടിൻ്റെ കവാടത്തിലെത്തി. അവൻ്റെ കണ്ണുകൾ യാഗത്തിനുള്ള വസ്തുവിനെ തിരയുമ്പോൾ ഞെട്ടലോടെ അവൻ ആ കാഴ്ച കണ്ടു. ആഘോഷത്തിൻ്റെ അലയടികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഏക മകൾ തപ്പുമായി നൃത്തം ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു വരുന്നു. യഫ്തായുടെ ഹൃദയം തകർന്നുപോയി. പിതാവിൻ്റെ പ്രതിജ്ഞയെക്കുറിച്ച് ഒന്നും അറിയാതെ സന്തോഷത്തോടെ തുള്ളിച്ചാടി അവൻ്റെ വിജയകരമായി തിരിച്ചുവരവിൽ അഭിമാനിച്ച് അവൾ ഓടി വന്നു. അവളെ കണ്ടപ്പോൾ അവൻ്റെ സന്തോഷം വേദനയായി മാറി. വസ്ത്രം കീറിക്കൊണ്ട് നിലവിളിച്ചവൻ പറഞ്ഞു, അയ്യോ മകളെ, നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ. നീ എന്നെ വല്ലാതെ വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ കർത്താവിന് വാക്കുകൊടുത്തുപോയി. നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല. അപ്പൻ്റെ വിഷമം കണ്ട അവൾ നൃത്തം അവസാനിപ്പിച്ചു. അവൻ്റെ വാക്കുകളുടെ ഗൗരവം മനസ്സിലാക്കിയപ്പോൾ അവൾ തകർന്നു പോയെങ്കിലും വരുവാനിരിക്കുന്ന ഭയാനകമായ വിധിയെ നേരിട്ടുകൊണ്ട് അവൾ ശക്തമായി നിന്നു. അവൾ അപ്പനോട് പറഞ്ഞു, എൻ്റെ പിതാവേ, നീ കർത്താവിന് കൊടുത്ത വാക്ക് നിറവേറ്റിക്കൊള്ളുക. ഇപ്പോൾ നിന്റെ ശത്രുക്കളായ അമ്മോന്യരെ കർത്താവ് നിനക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നതിനാൽ നീ വാക്ക് കൊടുത്തിരിക്കുന്നത് പോലെ എന്നോട് ചെയ്തു കൊള്ളുക. എന്നിരുന്നാലും അവൾക്കൊരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. തൻ്റെ സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി തൻ്റെ കന്യാത്വത്തെ പ്രതി വിലപിക്കാൻ 2 മാസം തരണമെന്നതായിരുന്നു അത്. ഹൃദയം തകർന്നെങ്കിലും അവളുടെ ഈ അഭ്യർത്ഥനയെ അപ്പൻ മാനിച്ചു. 2 മാസത്തോളം അവൾ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാത്വത്തെപ്പറ്റി വിലപിച്ചു. അവളുടെ ഹൃദയത്തിൽ താൻ മരിക്കാൻ പോകുന്നുവെന്ന വസ്തുത മാത്രമല്ല, അവൾ ഒരിക്കലും അമ്മയാകില്ല എന്ന കാര്യവും മരണശേഷം തന്നെ ഓർക്കാൻ ആരുമുണ്ടാകില്ല എന്ന ചിന്തയും വേദനയായി അവശേഷിച്ചു. തൻ്റെ കൂട്ടുകാർ അവളോടൊപ്പം വിലപിച്ച് അവളുടെ സങ്കടത്തിൽ പങ്കുചേരുകയും അവരുടെ അവസാന നിമിഷങ്ങളിൽ അവളെ പിന്തുണയ്ക്കുകയും ചെയ്തു. 2 മാസം കഴിഞ്ഞപ്പോൾ അവൾ അപ്പൻ്റെ അടുക്കൽ മടങ്ങി വന്നു. തൻ്റെ മകളെ നേർന്നിരുന്നത് പോലെ തന്നെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ ബലിയായി അർപ്പിച്ചു. നിരപരാധിയായ അവൾ
കത്തിയമരുന്നത് കണ്ടു നിൽക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. തൻ്റെ മകളെ രക്ഷിക്കാനാവാതെ ആ അപ്പൻ്റെ ഹൃദയം തകർന്നു പോയി. ദാരുണമായ ഈ സംഭവം ഇസ്രായേൽ ജനതയിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. അവളുടെ സ്മരണയെയും അവൾ ചെയ്ത ത്യാഗത്തെയും ബഹുമാനിക്കാൻ ഒരു പുതിയ പാരമ്പര്യം ഇസ്രായേലിൽ ഉടലെടുത്തു. എല്ലാ വർഷവും 4 ദിവസം ജഫ്തായുടെ മകളെ അനുസ്മരിക്കാൻ യുവതികൾ മലകളിലേക്ക് പോകും. ഈ വാർഷിക അനുസ്മരണം നേർച്ചകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും തിടുക്കത്തിൽ നൽകുന്ന വാഗ്ദാനങ്ങളുടെ ഗുരുതരമായ അനന്തരഫലത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു.